ഉള്ള കള്ളെല്ലാം ഈ നോയമ്പെടുത്തവർ കുടിക്കും. വെള്ളിയാഴ്ച ക്രൂശിക്കും, ഞായറാഴ്ച ഉയർപ്പിക്കും. എൻ്റെ തല കുനിയാൻ പോകുന്ന ഈ അവസരത്തിൽ, ഈ പട്ടണത്തിന് ഉയരത്തിന് ശത്രു ബാധിച്ച അവസരത്തിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ വരുമോ? ഉരുക്ക് എന്റെ ദൈവം കരിച്ചു കളഞ്ഞതിനായി ഒരു സ്തോത്രം പറഞ്ഞേ. ക്രൂശിക്കപ്പെടുന്നതിന് 4 ദിവസങ്ങൾക്ക് പുറകിൽ പ്രാർത്ഥന കഴിഞ്ഞ് എതിരെയുള്ള പട്ടണത്തിൽ കെട്ടപ്പെട്ട കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ആരെങ്കിലും തടസ്സവാദം ഉന്നയിച്ചാൽ അവരോട് പറയണം, യേശുവിനെ കൊണ്ട് പറഞ്ഞെല്ലാവരും അതൊന്നും മാറ്റി നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞേ, യേശുവിന്, എല്ലാവരും പറ, എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ, വരാൻ പോകുന്ന ദിനങ്ങളിൽ ഇവിടുന്ന് കഴുത പോലുള്ള എന്നെ ഒന്ന് വാഹനമേറാൻ യേശുവിന് ആവശ്യമുണ്ട്. കെട്ടപ്പെട്ട് കിടന്ന ബെച്ചുച്ചിറയിലെ കൊച്ചു കുഗ്രാമത്തിലെ ഒരു മലയോര കർഷകൻ്റെ 7 മക്കളിൽ ഇളയ മകനായി ജനിച്ച് എല്ലാവർക്കും തലവേദനയായി എന്നെ ആരും അഴിച്ചുവിടാനില്ലാതിരുന്നപ്പോൾ ഇതുപോലെ ഒരു പകൽ യേശു പറഞ്ഞ് അവനെ അഴിച്ചുവിട്, എനിക്ക് അവനെ ആവശ്യമുണ്ട്. അന്ന് ഈ കഴുതയുടെ പുറത്ത് കർത്താവ് കയറിയതാണ്. അന്ന് തൊട്ട് വസ്ത്രമുള്ളവർ ഊരി കഴുതയുടെ മണ്ടക്കിടുന്നു. വസ്ത്രമുള്ളവരെ വഴിയിൽ കഴുതയുടെ വസ്ത്രത്തിന് മുമ്പിൽ വസ്ത്രങ്ങളിട്ട് വഴി പരവതാനി ഒരുക്കുന്നു. അതെല്ലാം മാന്യത കിട്ടിയത് ഈ കഴുതപ്പുറത്ത് യേശു കയറിയതാണ്. ആ യേശു ഇന്ന് പകൽ നിന്റെ മേൽ വാഹനമേറാൻ കൊതിക്കുന്നു. ഒന്ന് സമർപ്പിച്ച് ഈ പകൽ ഒന്ന് സമർപ്പിച്ച് എന്നെ ഉപയോഗിക്കാൻ കർത്താവെ തയ്യാറാണെങ്കിൽ നിനക്ക് വാഹനമേറാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അതുവരെ ഇളകാത്ത പട്ടണമിളകി. കഴുതപ്പുറത്ത് കർത്താവ് കയറിയപ്പോൾ പട്ടണമിളകി. പുരുഷാരത്തിൻ്റെ ആരാവാരം അധികമായി. ജനം ഒന്നിച്ചാർപ്പിട്ട് വാക്ക് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, ദാവീദിന്റെ പുത്രന് ഓശന്ന പാടി. മതശക്തികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആരാധിക്കാത്തവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രമാണം പിടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, വായടയ്ക്കാൻ പറ, മിണ്ടാതിരിക്കാൻ പറ, ശബ്ദം കുറയ്ക്കാൻ പറ. യേശു പറഞ്ഞു, ഇവർ മിണ്ടിയില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും. രാവിലെ ഇവിടെ വന്ന ദൈവമക്കൾ എത്ര സന്തോഷമുണ്ട്. ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് നമുക്കിതൊരു ഓശാന പാടാനുള്ള പകലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെസഹ വ്യാഴം നോയമ്പ് തീരാൻ പോന്നു. അവര് ഇൻട്രിയപ്പൊക്കെ ഉണ്ടായി കഴിക്കും. ഇൻട്രിയപ്പം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇല്ല. വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ബന്ധമെന്നറിയാൻ ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കിയിട്ട് INRI എന്ന് എഴുതും. എന്തുവാ? അത് എഴുതിയിട്ട് വായിക്കുന്ന അപ്പത്തിൻ്റെ പേരാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞേ. വെള്ളിയാഴ്ച ക്രൂശിക്കും, ഞായറാഴ്ച ഉയർപ്പിക്കും. അന്ന് ഈ കേരളത്തിലെ 850 ഔട്ട്ലെറ്റുകളിൽ നിന്നും 1000-ലധികം ഷാപ്പുകളിൽ നിന്നും ഉള്ള കള്ളെല്ലാം ഈ നോയമ്പെടുത്തവർ കുടിക്കും. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ വീണ്ടും ക്രൂശിക്കും. പക്ഷെ ഇന്ന് പകൽ ആർക്കും ഇനി ക്രൂശിക്കാൻ കഴിയാതെ കല്ലറയെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു നമ്മുടെ നടുവിൽ ഉലാവുകയാ. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. വേഗത്തിൽ 1-2 ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിൻ്റെ 145-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യം. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ ദൈവമക്കളോട് എന്ത് പറയണമെന്ന് രാത്രി വളരെ പ്രാർത്ഥിച്ചു. ഒരു ദൂതും കിട്ടിയില്ല. ഒരു 12 ആയപ്പോൾ ഞാൻ അങ്ങ് കിടന്നു. പക്ഷെ രാവിലെ കർത്താവ് ഉണർത്തി. രാവിലെ ഉണർത്തപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വീഴുന്നവരെയൊക്കെ താങ്ങും.
കുനിഞ്ഞിരിക്കുന്നവരെ ഞാൻ നിവർത്തും. നിങ്ങളോട് പറയാൻ, ഈ 3-ാം മാസത്തിന്റെ അവസാന ഞായറാഴ്ച ദൈവം എനിക്ക് തന്ന ദൂത്, വീഴുന്നവരെ താങ്ങുന്ന ദൈവം. ദാവീദ് പറഞ്ഞു, ഞാൻ അറിയാതെ മുൻപോട്ട് നന്മ പ്രാപിച്ചുയരുമ്പോൾ പുറകിൽ നിന്ന് വീഴാൻ തക്കവണ്ണം, ബാക്കി പറ, തള്ളുന്ന എവിടുന്ന പറഞ്ഞേ, പുറകിന്ന. നമ്മൾ കാണണമെന്നില്ല, പക്ഷേ വീഴുവാൻ തക്കവണ്ണം അവർ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ താങ്ങുകയാൽ, നീ അറിഞ്ഞില്ല, നിന്നെ താങ്ങിയ ഒരു കരമുണ്ട്. ദേശത്ത് നീ വീഴാൻ ഒരുങ്ങിയപ്പോൾ, നിന്റെ തല കുനിക്കാൻ ഒരുങ്ങിയപ്പോൾ നിന്നെ താങ്ങിയ ഒരു അത്ഭുതമാർന്ന കരമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, സങ്കീർത്തന പുസ്തകം 69-ന്റെ 20-ാമത്തെ വാക്യം, 1-2 വാക്യം വേഗം ഓടിച്ചു വായിച്ചു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. വായിച്ചോ. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എന്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. മതി, ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നോക്കി. എന്നെ ശ്രദ്ധിച്ച എല്ലാവരും, ഞാൻ നോക്കി. ഞാൻ വീഴുന്ന ഈ അവസരത്തിൽ, ഞാൻ തകരുന്ന ഈ അവസരത്തിൽ, എൻ്റെ തല കുനിയാൻ പോകുന്ന ഈ അവസരത്തിൽ, ഈ പട്ടണത്തിൽ ഇനി ഉയരത്തിൽ നിന്ന് ശത്രു ബാധിച്ച അവസരത്തിൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ വരുമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ശക്തമായ ദൂത. നീ പ്രതീക്ഷിച്ച ആരും സഹായത്തിനില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളാം. ആരും പ്രാർത്ഥിച്ചില്ല. ഞാൻ രാവിലെ എൻ്റെ സഹോദരനോട് പറഞ്ഞു, എല്ലാവരും സിമ്പതി കാണിക്കാനുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. നമുക്ക് സിമ്പതി ഉള്ളവരെ അല്ല വേണ്ടിയേ, വീഴാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിയുള്ള, സഹായിപ്പാൻ. ഇന്ന് പകൽ ആരും സഹായിപ്പാനില്ല. ഞാൻ വിസ്മയിച്ചു പോയി. ഞാൻ പ്രതീക്ഷിച്ചവരെല്ലാം അകലം വിട്ടുമാറി. ആരും സഹായിച്ചില്ല. ഞാൻ നോക്കിയെങ്കിലും എന്നെ തുണപ്പാൻ ആരെയും കണ്ടില്ല. അവരൊക്കെ മാറി നിന്നുകൊണ്ട് കുശുകുശുത്തോണ്ട് പറഞ്ഞു, തകരട്ടെ, വീഴട്ടെ. അവന്റെ അഹങ്കാരം കൊണ്ടാ, അവന്റെ കയ്യിരിപ്പ് കൊണ്ടാ അവക്കങ്ങനെ വരണം. ആരെയും കണ്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തിയെന്ന് ഉറപ്പുള്ളവര് ഇന്ന് രാവിലെ, നീ അറിയാത്തൊരു ഭുജം ദൈവാത്മാവ് പ്രവചിച്ചു ദൂത് പറയുകയാ. നീ അറിയാത്തൊരു ഭുജം ഇന്ന് രാവിലെ നിന്നെ താങ്ങുന്ന പകല. ഓ റിഖലമനാധരാധര വൈഡമനപരവശ്. ഹല്ലേലൂയ. രാവിലെ നിങ്ങൾ എന്നെ കാണണ്ട, നിന്റെ ഏറ്റവും അടുക്ക് നിൽക്കുന്ന ആ ഭുജം ഒന്ന് കണ്ടേ. ആ ഭുജം ഒന്ന് കണ്ടേ. നിന്നെ താങ്ങുന്ന ഭുജം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഭുജം, നിന്നെ സഹായിക്കുന്ന ഭുജം, നിന്നെ തണുപ്പിക്കുന്ന ഭുജം, നിനക്ക് തുണയായി വരുന്ന ഭുജം, യേശുവിന്റെ ഭുജം ഇന്ന് രാവിലെ. ഓ റിഖലമന ശംദൽ പ്രമനാദര 69-ന്റെ 20 വേഗം വായിച്ചു പോനെ. നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ഒരല്ലേലൂയ പറഞ്ഞേ. എല്ലാരും ഇവിടെ ഉണ്ടോ? എന്താ വാക്യം വായിച്ചേ? നിന്ന എന്റെ ഹൃദയത്തെ തകർത്തു. ഇവിടെ നോക്കിക്കേ. നിനക്കൊരു ഗിൽഗാൽ ഉണ്ട് കേട്ടോ. എന്താ ഗിൽഗാൽ? ഇരുകര കവിഞ്ഞു നന്മ ഒഴുക്കിക്കൊണ്ടുപോയി യോർദാന്റെ നടുവിൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളങ്കാലിൽ നിന്നു. എല്ലാവരും അക്കരെ കയറിയപ്പോൾ ദൈവം പറഞ്ഞു, ഒരു 12 കല്ലെടുത്ത് പുരോഹിതൻ നിന്നിടത്ത് നാട്ടണം. അവിടുന്ന് ഒരു 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ട് വെക്കണം. എല്ലാവരും അക്കരെ കയറി പെട്ടകം ചുമന്ന പുരോഹിതനും അക്കരെ കയറി കഴിയുമ്പോൾ ഒരു 8 മൈൽ ഈ കല്ലും കൊണ്ട് നടക്കണം. യോർദാന്റെ അടി കിടന്ന 12 കല്ലും കൊണ്ട് 8 മൈൽ നടക്കണം. അവിടെ ചെല്ലുമ്പോൾ ഗിൽഗാലിലെത്തും.
ഗിൽഗാലിൽ ഈ 12 കല്ല് നാട്ടണം. നാട്ടിയിട്ട് ഒന്നിച്ചു പറയണം, ദൈവം ഞങ്ങളുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞു. ഇന്ന് രാവിലെ ചില വ്യക്തികളെ ചൂണ്ടി, കുടുംബങ്ങളെ ചൂണ്ടി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നിന്റെ നിന്ന ഉരുട്ടിക്കളയുന്ന പകല. ഹല്ലേലൂയ. ഈ അടുത്ത 4-ാം മാസം 1-ാം തീയതി മുതൽ നിന്റെ നിന്ന ഉരുണ്ട് പോയെന്ന് നിന്റെ സമീപത്ത് നിന്നെ നോക്കി പുച്ഛം പറഞ്ഞവർക്കാങ്കെ ഓ റികലമൻ ആർക്കും സഹതാപം തോന്നാത്ത മണ്ഡലത്തിൽ ഞാൻ വിവരിക്കുന്നില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:16, ആവർത്തനം 33:26. വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കണ്ട, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കണ്ട. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീ അറിയാത്ത ചില സ്ഥലത്തുനിന്ന് സഹായം വരാൻ പോകുകയാ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത ചില മേഖലകളിൽ നിന്ന് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് ചില സഹായത്തിന്റെ കരവുമായി ദൈവം വെളിപ്പെടാൻ പോകുക. ആരോടൊക്കെയോ തൊട്ടു ദൈവം ഇടപെടാൻ പോകുകയാണ്. നിന്നോട് കരുണ തോന്നുന്ന ചിലര്, നിന്റെ തകർച്ചയിൽ നിന്നോട് കരുണ തോന്നുന്ന ചിലര്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞേ. ദാവീദ് എന്ന അപ്പൻ യാചിച്ചു, നിന്റെ ആടുകളുടെ അടിയന്തര വിലയുടെ പോയി, നിന്റെ ദാസന്മാർക്കെല്ലാം നീ ഇഷ്ടം പോലെ കൊടുക്കുകയല്ലേ, ഞാനും എൻ്റെ 400 പേരും കൂടെ പട്ടിണി കിടക്കുക, നിനക്ക് കഴിയുമെങ്കിൽ 10 അപ്പം ഞങ്ങൾക്ക് തരണം. അവർ ചോദിച്ചു, നീ ആരടാ പോയി, നീ ആരാ എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിച്ചു. അവനെ അപ്പോഴൊരു ബെർസില്ലായി എഴുന്നേറ്റു. കിട്ടുമെന്ന് വിചാരിച്ചവൻ ആട്ടി ഓടിച്ചു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബെർസില്ലായി എഴുന്നേറ്റു. ബെർസില്ലായി ദാവീദിന് 400 പേർക്കും വേണ്ടിയ അപ്പവും പാൽക്കട്ടയും മുന്തിരിയടയും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. മലരും യവവും, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവന് കിടക്കാൻ കട്ടിലും, ഹല്ലേലൂയ, എല്ലാം കൊടുത്ത് ഒരു ബെർസില്ലായി എഴുന്നേറ്റെങ്കിൽ തൽസമയത്ത് സഹായത്തിനു വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന് നിന്നോട് കരുണ തോന്നിയിട്ട് ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് പ്രവചനാത്മാവി ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തം ചേട്ടൻ തൻ്റെ വീട്ടിലേക്ക് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് തോളത്ത് വെച്ച് മൂത്താമ്പിലാക്കൽ ഭക്തനായ സാധു കൊച്ചുഞ്ഞുദശനെ പഠിക്കാൻ വന്നപ്പോൾ വായ്പ ചോദിക്കുമെന്ന് വിചാരിച്ച് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അകത്ത് കിടന്ന് പട്ടിണി കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളെയും ഭാര്യയെ ഓർത്ത് കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവൻ കാണാതിരിക്കാൻ സഹോദരൻ കൊട കൊണ്ട് ഈ റേഷൻ ചാക്ക്, ഈ റേഷൻ അരി മറച്ചിട്ട് മുഖം മറച്ച് അതിലേ കടന്നുപോയി. ഉടനെ ഭക്തൻ പറഞ്ഞു, ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകും നവരാരും സഹായമില്ലെല്ലാവരും എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ. അടുത്തിരിക്കുന്ന സഹോദരനെ സഹോദരി കൈ കൊടുത്ത് പറ, എനിക്കൊരു സഹായകനുണ്ടെന്ന് പറ. മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയണം, എനിക്കൊരു സഹായകനുണ്ട്. അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല, അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല. അവൻ ഇന്ന് പോലെ എന്നെ കാണുന്നുണ്ട്, എൻ്റെ അവസ്ഥ കാണുന്നുണ്ട്, എൻ്റെ സാഹചര്യം കാണുന്നുണ്ട്. എൻ്റെ സഹായത്തിനായി അവൻ വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ വേഗം നിർത്തട്ടെ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാമത്തെ വാക്യം. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ എന്നുള്ളത് മാറ്റി എൻ്റെ എന്നാക്കിക്കേ. പ്രാഗൽഭത്തോടെ പറ,
എൻ്റെ സഹായത്തിനായി, എൻ്റെ കുടുംബത്തിൻ്റെ സഹായത്തിനായി, എൻ്റെ തലമുറയുടെ സഹായത്തിനായി, എൻ്റെ മിനിസ്ട്രിയുടെ സഹായത്തിനായി, എൻ്റെ ബിസിനസിന്റെ സഹായത്തിനായി, ഓ എൻ്റെ ഈ തകർച്ചയിൽ എന്നെ സഹായിപ്പാനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരികയാ. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് തന്റെ മഹിമയിൽ സഹോദരങ്ങളെ, ഭൂമി കൂടെ വല്ലതും വരുന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും തടഞ്ഞേക്കാം, ഭൂമിയുടെ ആധിപത്യങ്ങൾ. പക്ഷെ ഇവൻ വരുന്ന ആർക്കും തടയാനൊക്കാത്തടത്തൂടാ. എൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ മേഘത്തെ വാരി ഉടുത്തോണ്ട് മേഘാരൂഢനായി വരികയാ. അടുത്ത വാക്യം വായിച്ച മോനെ, അടുത്ത വാക്യം പറയെല്ലാരും. പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം. രാവിലെ പാകപ്പത്തോടെ പറ, പുരാതനനായ ദൈവം. ഇന്നലെ ഉണ്ടായി വന്ന ദൈവമല്ല, ഇന്ന് ഉണ്ടാക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം പുരാതനനായ ദൈവമാ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ പുരാതനനായ ദൈവം എൻ്റെ സങ്കേതമാണ്. എൻ്റെ കീഴേ അവൻ്റെ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. ഓ, നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കി നിന്നെ മാനിക്കാൻ പോകുകയാ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം കുറിച്ച് തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്യം കൂടെ വായിച്ചോ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവനോട് കൂടെ മാംസഭുജമേയുള്ളൂ, വായിച്ചോ. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് എന്ന് പറഞ്ഞു. ഒരല്ലേലൂയ പറഞ്ഞേ. യോ, നല്ലൊരു അല്ലേലൂയ പറഞ്ഞേ. ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ പ്രതിയോഗിയുടെ കൂടെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങളോടുകൂടെ വെറും മാംസഭുജമേ ഉള്ളൂ. പക്ഷെ നിന്റെ കൂടെ ഉള്ളത് സഹായിപ്പാൻ കരുത്തുള്ള, യുദ്ധം നടത്താൻ കഴിവുള്ള നമ്മുടെ ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവര് ആ കരമൊന്ന് ചേർത്തടിച്ചു ദൈവത്തെ ആരാധിച്ച്. അവരുടെ മാംസഭുജമേ ഉള്ളൂ നിന്റെ കൂടെ സഹായത്തിനായി. ഓ ഹല്ലേലൂയ. ഈ രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നു എന്നെ സഹായിപ്പാൻ, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, എന്നെ താങ്ങുവാൻ കീഴേ ഒരു ശാശ്വത ഭുജമുണ്ട്? ഹല്ലേലൂയ. നീ ഒന്ന് വിശ്വസിച്ചാ മതി, നീ ഒന്ന് വിശ്വസിച്ചാ മതി, നീ ഒന്ന് പറ്റി നിന്നാ മതി, നീ ഒന്ന് ചേർന്നിരുന്നാ മതി. ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിന് വിടുതൽ തന്നതിനായി 3 സ്തോത്രം പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ അല്ല, ഹല്ലേലൂയ അല്ല. നിന്റെ വിഷയത്തിന് മറുപടി തന്നൊരു 3 സ്തോത്രം പറഞ്ഞേ. നിന്റെ വഴി തുറന്നതിനൊരു 3 സ്തോത്രം പറഞ്ഞേ. നിന്റെ രോഗസൗഖ്യമാക്കിയൊരു 3 സ്തോത്രം പറഞ്ഞേ. നിന്റെ കെടുതികളെ മാറ്റിയൊരു 3 സ്തോത്രം പറഞ്ഞേ. നിനക്ക് വിരോധമായി കുരുക്കിയ കുരുക്ക് എന്റെ ദൈവം കരിച്ചു കളഞ്ഞതിനായി ഒരു സ്തോത്രം പറഞ്ഞേ. കരമടിച്ചു രാവിലെ ആത്മാവി നിറഞ്ഞ്. ഓ റബലമന ശംദരദരദരദരദര. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ.